ഇടുക്കി കട്ടപ്പനയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓടയിലാണ് 3 തൊഴിലാളികൾ വീണിരുന്നത്. 2 പേരെ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 തൊഴിലാളികളാണ് അതിൽ കുടുങ്ങിപ്പോയിരുന്നത്. 2 പേരെയും ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. 3 പേരെയും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. ഓടയുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതായിരുന്നു. ഡ്രെയിനേജ് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ കുഴിയിലാണ് ഇവർ അകപ്പെട്ടു പോയത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മണ്ണിടിഞ്ഞതാണോ, എന്താണ് സംഭവിച്ചത്, ഓക്സിജൻ ലഭിക്കാത്തതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. ചികിത്സ നൽകിയതിന് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. എന്തായാലും ഓട ശുചീകരണത്തിന്, ഡ്രെയിനേജ് ശുചീകരണത്തിന് വേണ്ടിയാണ് ഈ 3 തൊഴിലാളികളും എത്തിയിരുന്നത്. അവർ 3 പേരുമാണ് അതിൽ കുടുങ്ങിപ്പോയത്. വലിയ ദുരന്തമുണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 3 പേരെയും പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയ കഠിന പ്രയത്നം, മണിക്കൂറുകളോളം വലിയ പ്രയത്നം നടന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു 3 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി. കാരണം നല്ല ആഴമുള്ള ഡ്രെയിനേജ് കുഴിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഹോട്ടലിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു സംവിധാനവും ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് ഈ അപകടവും ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും 3 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നേരത്തെ ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് ഇവർ ഈ ഡ്രെയിനേജ് ടാങ്കിലേക്ക് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. അത് വലിയ വീഴ്ചയാണ്. അങ്ങനെയെങ്കിൽ എന്ത് നടപടി ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നതൊക്കെ വരും മണിക്കൂറുകൾ ഇല്ലെങ്കിൽ നാളെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. 3 തൊഴിലാളികളെ അങ്ങോട്ട് മാറ്റി. കമ്പം സ്വദേശികളായിട്ടുള്ള, കമ്പനം തേനി സ്വദേശികളായിട്ടുള്ള ആളുകളാണ് ഈ തൊഴിലാളികളെന്ന് മനസ്സിലാക്കുന്നു. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതുത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് 3 പേരും അബോധാവസ്ഥയിലാണ് എന്നുള്ള വിവരമാണ്. ഇപ്പോൾ 3 പേരെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രാഥമികമായ ചികിത്സ നൽകി വരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ഇതിൽ 2 പേരുടെ പുറത്തെത്തിച്ചപ്പോൾ അതിൽ ഒരാളുടേത്, 3 പേരുടെ ശരീരം പുറത്തെത്തിച്ചപ്പോഴേക്കും, 3 പേരെ പുറത്തെത്തിച്ചപ്പോഴേക്കും അതിലൊരാളുടെ മുകളിലേക്ക് കല്ലും മണ്ണും അടക്കം വീണ് പരിക്ക് പറ്റിയതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും വിജയകരമായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് 3 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് ഇവർ ഇതിനുള്ളിൽ തുടർന്ന് ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതിനുള്ളിലേക്ക്, ഡ്രെയിനേജിനുള്ളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ശ്രമകരമായതിനാൽ തന്നെ ആ പ്രദേശത്തെ മണ്ണും കോൺക്രീറ്റും അടക്കം മാറ്റിയതിനു ശേഷമാണ് 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഡ്രെയിനേജിനുള്ളിലേക്ക് ഇറങ്ങുന്നതും. അവിടെ നിന്ന് 3 കളികളെ, കമ്പം തേനി സ്വദേശികളായ, തമിഴ്നാട് സ്വദേശികളായ 3 പേരാണ് ഇപ്പോൾ അതിനുള്ളിൽ പെട്ടുപോയത് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ധന്യ, ഇനി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടത്. ആഷിഖ് പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ എന്നുള്ള കാര്യം അറിയണം. കാരണം മണിക്കൂറുകളോളം അവിടെ ഡ്രെയിനേജിൽ കിടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടം സംഭവിച്ചതിന് ശേഷം ഏറെ പരിശ്രമിച്ചാണ് ഇവരെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലേക്ക്, കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് 3 പേരെയും മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. 3 തൊഴിലാളികളാണ് ഈ ഡ്രെയിനേജിന്റെ ജോലിയുമായി, ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രെയിനേജ് ടാങ്കിൽ കുടുങ്ങിപ്പോയത്. അവരെയാണ് ഇപ്പോൾ ഏറെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് വേണം ഇനി ആ വിവരങ്ങൾ എടുക്കാൻ. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ്, നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും ആർക്കും അതിൽ പ്രതികരണം നടത്താവുന്ന ഒരു സാഹചര്യത്തിലല്ലെന്ന് മനസ്സിലാക്കുന്നു.
അവിടുന്ന് പുറത്തെടുക്കുമ്പോൾ എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? ഇവരവിടുത്തെ ഇപ്പം ഇവരെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ബന്ധുക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകളാണോ? അത്തരത്തിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാവുന്നുണ്ടോ? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് തന്നെ അവർ 3 പേരും അബോധാവസ്ഥയിലാണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 മണിക്കൂറോളം സമയം അതിനുള്ളിൽ ഡ്രെയിനേജിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരാണ്. ഓക്സിജൻ ഇല്ലാതെ സാഹചര്യമായിരുന്നു ഉള്ളിലുള്ളത് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറോളം ഓക്സിജൻ ലഭിക്കാതെ ഡ്രെയിനേജ് സംവിധാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളാണ്. അതുകൊണ്ട് അബോധാവസ്ഥയിലാണ്. 3 പേരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അതീവ ഗുരുതരമായ നിലയിലാണ് 3 പേരും ഉള്ളത് എന്നുള്ളതാണ്. ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഒരുപക്ഷെ പ്രാഥമികമായ ചികിത്സ നൽകിയതിനു ശേഷം കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റിടങ്ങളിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുന്ന കാര്യം ഈ ഘട്ടത്തിൽ പരിഗണനയിൽ വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഉടനടി തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഉടനടി തന്നെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടുണ്ട്. അവിടെ എത്തിക്കുമ്പോൾ 3 പേരും അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം 3 പേരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ്. ജീവൻ രക്ഷിക്കാനുള്ള കഠിനമായ ശ്രമമാണ് നടത്തുന്നത്. 2 മണിക്കൂറോളം നേരം ഡ്രെയിനേജ് സംവിധാനത്തിനുള്ളിൽ പോയ 3 തമിഴ്നാട് സ്വദേശികളെയാണ് ഈ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്.